വിവാഹത്തിന് പോകാൻ പുത്തൻ വസ്ത്രങ്ങളുമായി വരുന്ന ഇന്ദുവിനെ ബാലൻ ശാസിക്കുന്നു. മൂന്നാം കല്യാണത്തിന് ഒരുങ്ങുന്നത് ചില ലക്ഷ്യങ്ങളോടെയാണെന്ന് സീതയ്ക്ക് മന്ത്രകോടിയുമായി നകുലനെത്തുന്നു. സീതയെക്കുറിച്ചോർത്ത് ബാലൻ അസ്വസ്ഥനാകുന്നു. കുട്ടിമണിയെ അന്വേഷിച്ച് CI അയ്യപ്പൻകുട്ടി കുട്ടിമണിയുടെ വീട്ടിലെത്തുന്നു. ബാലൻ സീതയുടെ വിവാഹത്തിന് വന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഇന്ദു ഭീഷണിപ്പെടുത്തുന്നു. സീതയും നകുലനും രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നു. ഇന്ദുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹത്തിന് പോകാൻ ഒരുങ്ങുന്ന ബാലനെ പിന്തിരിപ്പിക്കാൻ കാവടിയും മയിലും ശ്രമിക്കുന്നു. സീത തന്റെ ഭാര്യയാണെന്ന് ബാലൻ പറയുന്നതോടെ സീതയും നകുലനുമായുള്ള വിവാഹം മുടങ്ങുന്നു. സീതയുടെ ജീവിതത്തിലേക്ക് ഇനിയും കടന്നു വരരുതെന്ന് ബാലനോട് നകുലൻ പറയുന്നു. സീതയുമായുള്ള വിവാഹബന്ധം നിയമപരമായി വേർപെടുത്തണമെന്ന് ഇന്ദുവിനെ മതികല ഉപദേശിക്കുന്നു. സീതയെ കാണാൻ ബാലൻ സീതയുടെ വീട്ടിലെത്തുന്നു. വയലോരം വീട്ടിൽ നിന്ന് സീത പോയതെവിടേക്കാണെന്ന ബാലന്റെ ചോദ്യത്തിന് മുന്നിൽ സീത പരുങ്ങുന്നു. സീതയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് മറ്റാരുടെയാണെന്ന ഇന്ദുവിന്റെ വാദത്തിനെതിരെ സീത ശക്തമായി പ്രതികരിക്കുന്നു. ശാരദ മരിച്ച ദിവസം കണ്ടൻ പൂച്ച വയലോരം വീട്ടിൽ വന്നിരുന്നുവെന്ന് കുട്ടിമണി പിച്ചളയോട് പറയുന്നു. മയിലിന് ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കണമെന്ന് സുഭദ്ര രവിയോട് പറയുന്നു. കാവടി നടത്താൻ പോകുന്ന സർപ്പബലിയുടെ ലക്ഷ്യം കുട്ടിമണിയുടെ കുഞ്ഞായതിനാൽ അതിനോട് സഹകരിക്കരുതെന്ന് മതികല ഇന്ദുവിനോട് പറയുന്നു. മതികലയുമായി ശിവ സംസാരിക്കുന്നത് മനസ്സുജൻ കാണുന്നു. മതികലയോട് ഒരു തുറന്ന യുദ്ധത്തിനൊരുങ്ങുകയാണെന്ന് മനസ്സുജൻ. അസ്വസ്ഥമായ മനസ്സുമായി മനസ്സുജൻ പിച്ചളയുടെ അടുത്തെത്തുന്നു. എന്തു പറ്റി ഭായ്? അത് ഒരു കാര്യം. പാറ ഭായ്, എന്താ കാര്യം? ബായിയുടെ മുഖം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു ബായിക്ക് എന്തോ പറയാനുണ്ട്. പക്ഷെ കാര്യം സത്യമാണോ അല്ലയോ എന്നറിയാതെ. ശരിയായാലും തെറ്റായാലും വിശ്വാസമുള്ള ഒരാളോട് അഭിപ്രായം ചോദിക്കുന്നത് നല്ലതാണ് ബായ്. അതുകൊണ്ട് ബായ് കാര്യം പറ. കുട്ടിമണി കൂടെ നിന്നുകൊണ്ടാ ഞാൻ നേരത്തെ ഒന്നും പറയാതിരുന്നത്. ഇപ്പൊ നമ്മൾ മാത്രല്ലല്ലോ, പറഞ്ഞോ. ഞാനിങ്ങോട്ട് വരുമ്പോ റോഡിൽ വെച്ചൊരു കാഴ്ച കണ്ടു. എന്ത് കാഴ്ച? അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാഴ്ച. ചില സമയത്ത് നമ്മുടെ കണ്ണുകൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുമല്ലോ, അതുപോലൊരു മായക്കാഴ്ച. മായക്കാഴ്ചയോ? തെളിച്ച് പറയ് ബായ്. അത് ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് മതികലയെ കണ്ടായിരുന്നു, ഒരു ATM കൗണ്ടറിന് മുന്നിൽ വെച്ച്. മതികല ബായിയുടെ എതിരാളിയാണെങ്കിലും വലിയ മുതലാളിയല്ലേ? അപ്പൊ കാശ് കാണും, അതാർക്കെങ്കിലും കൊടുക്കാനും കാണും. മഴയല്ലേ, ഇടയ്ക്ക് നോട്ട് കൊണ്ട് കാറ്റ് വഞ്ചി ഉണ്ടാക്കി കളിക്കണമെന്ന് തോന്നിയപ്പം കാറ് എടുത്ത് ഇറങ്ങിയതായിരിക്കും. അവൾ ATM കയറിയതിലും കാശെടുത്തതിലും അല്ല എനിക്ക് അമ്പരപ്പ്. അവളുടെ ഒപ്പം ആ വണ്ടിക്കടുത്തൊരാളുണ്ടായിരുന്നു. ആരാത്? അത് ശിവ. ശിവയോ? ബായിയുടെ? അതെ. എന്താണ് ശിവയ്ക്കും മതികലയ്ക്കും ഇടയിലുള്ള ബന്ധമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബായി, ശിവയുടെ നീക്കങ്ങൾക്ക് പിന്നിൽ, അവന്റെ കണ്ണുകൾക്കുള്ളിൽ ആരും കാണാത്ത എന്തൊക്കെയോ നിഗൂഢതയുണ്ടെന്ന് ഞാൻ ബായിയോട് പറഞ്ഞതോർക്കുന്നുണ്ടോ? മതികലയുമായി ശിവയ്ക്ക് ബന്ധം വരണമെങ്കിൽ അതത്ര നല്ല ബന്ധമായിരിക്കത്തില്ലല്ലോ ബായി. എവിടെയോ ചതിയുടെ ഒരു ചിലന്തിവല കാണുന്നുണ്ട്. ശിവയ്ക്ക് കുറച്ച് പണം കൊടുക്കുന്നതും കണ്ടായിരുന്നു. ബായി അവര് കണ്ടായിരുന്നു? എന്നെ കണ്ടായിരുന്നു. കണ്ടപാടെ അവൻ ഒളിച്ചു. ഞാൻ കണ്ടില്ലെന്ന് അവൻ്റെ ധാരണ. അതങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് ഞാനും കരുതി. മതികലയുടെ മുഖത്ത് നോക്കി രണ്ടെണ്ണം പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നന്നായി. കാരണം ശിവയെ അവിടെ വെച്ച് പിടികൂടിയിരുന്നെങ്കിൽ ചിലപ്പം അതൊരു പിഴവായി പോയെന്നെ. കാരണം എന്തിനാണ് മതികലയും ശിവയും ഒരുമിച്ച് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതറിയണം പിച്ചളെ. അതിനുള്ള വഴിയാണ് ഞാൻ പിച്ചളയോട് ചോദിക്കുന്നത്. അവര് നമ്മളെ മുമ്പിൽ പൊട്ടം കളിച്ചതല്ലേ, നമുക്കും മനോഹരമായി അവരെ മുന്നിൽ പൊട്ടം കളിക്കാം. ശിവയുടെ വരട്ടെ, സഹകരിക്കട്ടെ. അങ്ങനെ പതുക്കെ പതുക്കെ കാര്യങ്ങൾ ഊരിയെടുക്കാൻ ബായ്. എൻ്റെ ബായ്, ഇതുപോലത്തെ എത്ര സീന് നമ്മൾ കണ്ടതാ. ഇപ്പം എനിക്കൊരു കാര്യം ഉറപ്പായി. കാരണം ശിവയെ ഒരു ചാരപ്പണിക്കായിരിക്കും മതികല വെച്ചിരിക്കുന്നത്. അവളുടെ അപ്പൻ്റെ വീട്ടിലല്ലേ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ തമ്പിസാറും ബായിയും തമ്മിൽ എന്തൊക്കെയാ ഇടപാട് എന്ന് അറിയാൻ ഏർപ്പെടുത്തിയതാവാം. എനിക്കും അങ്ങനെ തന്നെ തോന്നിയത്. കാരണം എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ അടർത്തിയെടുത്തെങ്കിൽ മാത്രമേ മതികലയ്ക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റൂ. കാരണം
അവളുടെ ജീവിതത്തിലെ 1-ാം നമ്പർ ശത്രുവാണല്ലോ അവളുടെ അച്ഛൻ. പിന്നെ മറ്റൊരു ശത്രു ഞാനും. അപ്പോൾ ഞാനും തമ്പി സാർ ഒരുമിക്കുമ്പോൾ അവൾക്കെതിരെ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിരിക്കും. ആ മതികലയുടെ ലക്ഷ്യം എന്തോ ആയിക്കോട്ടെ ബായ്, പക്ഷേ ശിവ, ആ മതികലയുടെ നോട്ടിന് മുന്നിൽ അവൻ മറഞ്ഞെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം ബായ്. പണത്തിനു വേണ്ടി അവൻ എങ്ങോട്ടും ചായും, എന്തും ചെയ്യും. ബായ് വിഷമിക്കുന്ന എന്തിനാ? മുഖം കണ്ട ബായുടെ പ്രിയപ്പെട്ടവരാരാണ്ടോ ചത്തുപോയ ഭാവമാണ് ബായ്. ഓരോ ബന്ധങ്ങളും ജീവനുള്ളതല്ലേ ഭായ്? അതിനെന്തെങ്കിലും സംഭവിക്കുമ്പോൾ, മനസ്സിന് മുറിവേക്കുമ്പോൾ അറിയാതെ അത് മുഖത്ത് തെളിയും ഭായ്. ഭായ്ക്കറിയാലോ ശിവ എനിക്ക് ആരായിരുന്നു എന്ന്. കുഞ്ഞുനാള് മുതൽ കൈകോർത്ത് പിടിച്ചു നടന്നിരുന്ന കൂട്ടുകെട്ട. അവൻ മറുകൈ കൊണ്ട് എൻ്റെ ശത്രുവിനെ ചേർത്ത് പിടിക്കുമ്പോൾ, അവര് തമ്മിലൊരു ധാരണ ഉണ്ടാക്കുമ്പോൾ അതെന്നെ ഉപേക്ഷിക്കുന്നതിന് തുല്യമല്ലേ ഭായ്? എന്നെ കൊല്ലുന്നതിന് തുല്യമല്ലേ? ഒന്നുമില്ല, ബായുടെ സമയം നല്ലതാന്ന് മാത്രം കരുതിയാൽ മതി. അതുകൊണ്ടാ ബായ് പറഞ്ഞ പോലെ ഇതൊരു മായാ കാഴ്ചയായി ബായിന്റെ കണ്ണ് പെട്ടത്. ഞാൻ ഇനി എന്ത് ചെയ്യണം ഭായ്? അവനെ കണ്ടെന്തെങ്കിലും ചോദിക്കണം? ഒന്നും വേണ്ട, തൽക്കാലം ഒന്ന് മനസ്സ് കരുതുക. അവസാനത്തെ ടൈമിൽ, ഏറ്റവും ഒടുവിലത്തെ ഇഞ്ചുറി ടൈമിൽ ബായി ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. എന്താ ഭായ്? അതൊരു പഴഞ്ചൊല്ല ബായ്. എന്നാലും ഈ സീനിന് അത് കറക്റ്റാണെന്ന് തോന്നുന്നു. പുരയ്ക്ക് ചാഞ്ഞ മരമേ, അത് ഹോൾമാർക്ക് സ്വർണമാണെങ്കിലും അത് വെട്ടിക്കളഞ്ഞേക്കണം. ബന്ധങ്ങളുടെ കാര്യത്തിലും അത്രയേയുള്ളൂ. നാളെയാണ് സർപ്പബലി. രാവിലെ നിങ്ങൾ വരണം. ഞാൻ വരത്തില്ല അപ്പച്ചിയപ്പ. ഇത് എന്താ അണ്ണാ? അവിടെ ഒരു പൂജ നടക്കുമ്പോ നിങ്ങൾ വന്നില്ലെങ്കിൽ? ഞങ്ങൾ വന്ന ആ പൂജ അവിടെ നടക്കാതാവും, വലിയ ബഹളമാവും. എത്ര തവണ ഞാൻ ആ വീട്ടിൽ നാട്ടി ഇറക്കപ്പെട്ടതാ. പിന്നെയും ഞാൻ അങ്ങോട്ട് വരാനായിട്ട്. അന്ന് ബാലേട്ടൻ പറഞ്ഞൊരു വാചകം ഓർക്കുന്നില്ലേ? ആട്ടി ഇറക്കി പലതവണ വിട്ടിട്ടും പിന്നെയും തിരിച്ചു ചെല്ലുന്ന ഒരു നായയെ പോലെയാണ് എന്നെ അങ്ങനെ കാണുന്നതെന്ന്. അങ്ങനെ നാണമില്ലാത്തൊരു നായയായിട്ട് വയലോരം വീട്ടിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ബായ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന എന്തിനാ ബായ്? കുട്ടിമണി ആ വീട്ടിലെ 3ാമത്തെ കുട്ടിയല്ലേ? കുട്ടിമണിക്കില്ലേ അതിൽ 1/3 അവകാശം? അടച്ചിട്ട ഗേറ്റ് ചവിട്ടി തുറന്നങ്ങോട്ട് കയറി ചെല്ലണം. ഏതളിയന്മാരാ വരുന്നത് എന്നൊന്ന് കാണണം. ശരിക്കും അതാ വേണ്ടത്. അത് തന്നെയാ അണ്ണ ചെയ്യേണ്ടത്. അണ്ണൻ ഇങ്ങനെ മാറി മാറി മണ്ടം കളിച്ച് നടക്കുന്നതിനനുസരിച്ചാ ശത്രുക്കൾ വളരുന്നത്. തിരിച്ചു പറയേണ്ടടുത്ത് തിരിച്ചു പറയണം, തിരിച്ചു അടിക്കേണ്ടടുത്ത് തിരിച്ചു അടിക്കണം. മനുഷ്യ, നമ്മൾ അടി ഉണ്ടാക്കാനാണോ വയലോരം വീട്ടിൽ പോണേ? അത് വേണ്ട, ഞാൻ വരത്തില്ല. എനിക്ക് പേടിയാ. എന്റെ കുഞ്ഞു മനുഷ്യ ഭയങ്കര പേടിയാ. കണ്ടില്ലേ കുട്ടിമണിയുടെ പേടി? കണ്ടില്ലേ അപ്പച്ചിയപ്പ? പണ്ട് ഇവൾക്ക് വലിയേട്ടനും കുഞ്ഞേട്ടനും ഒക്കെ ജീവനായിരുന്നു. ഇപ്പോൾ അവരൊക്കെ ഇവളുടെ മനസ്സിൽ ശത്രുക്കളും ദുഷ്ടന്മാരുമായി. ഇങ്ങനൊരവസ്ഥയിൽ ഞങ്ങൾ വരില്ല. ദയവ് ചെയ്തൊന്നും വിചാരിക്കരുത്. ഞങ്ങൾ വരത്തില്ല അപ്പച്ചിയപ്പ. മോൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടെ ആരും സ്വീകരിക്കില്ല എന്നും അറിയാം. നിങ്ങളും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ നീ പറയുന്നതിൽ കാര്യമുള്ളിടത്തോളം കാലം ഞാനെന്ത് പറയാനാ? അണ്ണേ, എന്നാ നാളെ വേറൊരു കാര്യം ചെയ്യാമോ? നാളെ കുട്ടിമണിയെ കൂട്ടി ഇവിടെ ഏതെങ്കിലും ഒരു നാഗക്ഷേത്രത്തിൽ പോണു. വയലോരത്ത് സർപ്പബലി നടക്കുമ്പോ കുട്ടിമണിയെ കൊണ്ട് 100 പാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കുട്ടിമണിക്കും കുഞ്ഞിനും അതിന്റെ അനുഗ്രഹം കിട്ടാനാ, എല്ലാ ദോഷങ്ങളും മാറാനാ. നല്ലതാ മനസ്സില, അത് ചെയ്യണം. ചെയ്യാം മനുഷ്യ.
பெரியப்பா எப்பளா பூஜை? സർപ്പബലി രാത്രിയിലാ. ഓ, രാത്രി വൈകോളം പൂജയുണ്ടാവും, നാഗത്താന്മാരെ തൃപ്തിപ്പെടുത്താൻ. എന്തോന്നു ഓ അങ്ങനെ ആ പൂജ നിനക്കെന്താ ഉറങ്ങണമായിരിക്കും. മനുഷ്യ, ഇന്നത്തെ ദിവസം എന്നോട് വഴക്കിനൊന്നും വന്നേക്കല്ലോ. എന്റെ പെரியப்பா അമ്മ നിർത്തുങ്ക. എന്നിട്ട് പൂജ കഴിഞ്ഞിട്ട് നാഗത്താന്മാർക്ക് 100 പാലും നേദ്യങ്ങളും അർപ്പിച്ചിട്ട് മുറി അടച്ചു പോണം. അപ്പൊ പാമ്പുകളൊക്കെ ഇഴഞ്ഞ് മുറിയിലോട്ട് വരുവോ? ആഴിയിൽ വാഴുന്ന അനന്തൻ ഉൾപ്പെടെ എല്ലാവരും വരുമെന്നാണ് സങ്കല്പം. നീ പേടിക്കണ്ടടി. പേടിയല്ല, ഒരു കുളിര്. അതാ പേടിച്ച് വിറയ്ക്കാന്ന് പറയുന്നത് അല്ലേ പെரியப்பா? പോടി പെണ്ണേ. അതെ, ഇവിടെ ഒന്ന് പാമ്പ് കടിച്ചതാ, അതിന്റെ പേടിയാ. എനിക്ക് പേടിയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ പെരിയപ്പായും മോളും കൂടെ എന്നെ പേടിക്കാരിയാക്കുകയാണോ? എന്റെ അമ്മ അത് വിട്, ചുമ്മാ തമാസ. നീ എന്താടി പെണ്ണെ അവിടെ നിന്ന് പമ്മി പമ്മി നോക്കുന്നത്? ഇവിടെ ഏതാണ്ട് കള്ളത്തരം നടക്കുന്നുണ്ടോ? മോളെ, മതികല പെണ്ണ് വരുവോ? കാറൊന്ന് തരുമോന്ന് ചോദിക്കാനാ. 4-5 വിളക്കുകൾ കൂടി എടുക്കാനുണ്ട്. അറിയത്തില്ല. അക്ക ഇങ്ങ വാക്കാ. അല്ലേ, പെണ്ണിന്റെ നോട്ടം കണ്ടില്ലയോ? അവളെ കൊല്ലാൻ വിളിച്ചതുപോലെ ഉണ്ടല്ലോ. ഇന്ദു മോളിങ്ങ് വാ, എന്നിട്ട് കളമിടാൻ നോക്ക്. എല്ലാവരും കൂടി അങ്ങ് ഇട്ടാ മതി. അക്ക, ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള പൂജയാ. എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ഐശ്വര്യം കിടക്കും. നീ അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി. എനിക്ക് അങ്ങനെ ഐശ്വര്യം കിടക്കണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ കുട്ടി, നാഗത്താന്മാർ കോപിക്കും. എടോ, പടം വരയ്ക്കാൻ വന്നവര് പടം വരച്ചിട്ട് അങ്ങ് പോണം. വലിയ അഭിപ്രായം ഒന്നും പറയണ്ട. ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ. പ്രശ്നമേ ഉള്ളൂ. വികാരി അതൊന്നും ശ്രദ്ധിക്കണ്ട. വികാരിയോ? പൂജാരി പറഞ്ഞപ്പോ തിരിഞ്ഞുപോയി. എന്തോന്ന് കിക്കി ചിരിക്കാതെ ആ വിളക്കെടുത്ത് തുടച്ചു വെക്കേ. ഹലോ, എവിടെയാ കലേ? എന്താവാൻ? നമ്മൾ വീണ്ടും കഴുതകളായി. നമ്മളെ വെല്ലുവിളിച്ച് അവരുടെ പൂജയ്ക്കുള്ള കളം വരയ്ക്കുക. വെച്ചോ, ഞാൻ എത്തി. വീട്ടുപിടിക്കലെത്തി. എന്നെ വിളിച്ചു ഐശ്വര്യത്തിന്റെ പങ്കുപറ്റാൻ. ഐശ്വര്യം കുന്തം കാണിച്ചു കൊടുക്കാൻ ഞാൻ. കല ഇപ്പൊ വരുമോന്ന് അപ്പച്ചിയമ്മ തിരക്കിയായിരുന്നു. എന്നാത്തിന്? വിളക്കെടുക്കാൻ പോവാൻ വണ്ടി തരുമോ? ഓ പിന്നെ വിളക്കെടുത്തു. ആ കിളവി ചാവാൻ കിടന്നപ്പോ പോലും ഞാൻ വണ്ടി കൊടുത്തിട്ടില്ല. പിന്നെ വിളക്കെടുക്കാനായിട്ട്. എന്നാലും നാണമില്ലാതെ പിന്നെ ചോദിക്കാൻ വരും. എന്ന് വെച്ചാ വയലോരം വീട്ടുകാരുടെ സ്വന്തമല്ലേ വണ്ടി. ആ ശരിയാക്കി കൊടുക്കാം. താക്കോൽ എന്നിട്ട് നീ പൊക്കോ. ഇനി നീ ഇവിടെ നിന്നാ ശരിയാവത്തില്ല. ഓക്കെ, ശരി മാഡം. ഇനിയിപ്പോ വണ്ടി ചോദിച്ചു വന്നാലും കുഴപ്പമില്ല. ആനയും ഉണ്ട്, തോട്ടിയും ഉണ്ട്. പക്ഷേ ചട്ടം അറിയാവുന്നുള്ള പാപ്പാൻ വേണ്ടേ? വണ്ടി ഓടിക്കാൻ അറിയാവുന്നുള്ള ആരെങ്കിലും വരട്ടെ, വണ്ടി കൊടുക്കാം. എന്നെ നീ വന്നോ? പിന്നെ ആ പൂജാരി പറഞ്ഞ് 7 തട്ടുള്ള വിളക്ക് വേണോന്ന്. കാർ എവിടെ പോയോ? എന്തിനാ? അല്ല, 7 തട്ടുള്ള വിളക്ക്. 7 തട്ട് ആ പറഞ്ഞവന്റെ താടിക്കിട്ട് ഞാൻ തട്ടുന്നുണ്ട്. പക്ഷേ നീ പൂജയിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ വേണ്ട. ആ കാറൊന്നതാ ദേ കിടക്കുന്നു, എടുത്തു. ഡ്രൈവർ എന്ത്? ഡ്രൈവറ് പോയി. നിങ്ങൾ ഓടിക്ക്. ഇന്നാ താക്കോൽ. അതിനെനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലല്ലോ. ദാണ്ടെ കളിയാക്കിയ ക്രിക്കറ്റ് കുത്തും ഞാൻ. പിന്നെ എനിക്ക് പിന്നെ ഇവളോട് പറ, നിങ്ങളുടെ ദത്തുപുത്രിയോട്. ഇവള് വിമാനം വരെ പറപ്പിക്കുമല്ലോ. മയിലല്ലേ മയില്. എന്താടി, നീ ഓടിക്കോ കാറ്? അയ്യോ ഇല്ലക്കാ, എനിക്ക് സൈക്കിൾ സവാരി മട്ടുന്നാ തരും. ആ അതാ നിനക്ക് സൈക്കിളേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ പൂജ്യം തൊപ്പിയൊന്നും വേണ്ടാന്ന്. അയ്യോ, തൊപ്പിയും തലപ്പാവൊന്നുമില്ല, പക്ഷെ പൂജയുണ്ട്. അഹങ്കാരം കണ്ടില്ല കലേ? നമ്മളൊന്നും ഇവിടെ ആരും അല്ല. ഇന്നലെ വന്ന് കയറിയ ഒരു അധികാരികള്. ആരാണ് ഇന്നലെ വന്ന് കയറിയത്? ആരാന്ന്? 17 കൊല്ലമായിട്ട് ഈ വീട്ടിലുള്ള ഞാനാണോ ഇന്നലെ വന്ന് കയറിയത്? ഇന്നലെ വന്ന് കയറിയവള് വേറെ ഉണ്ടല്ലോ. അക്കാ പ്ലീസ്, ഇങ്ങ പ്രശ്നം ഒന്നും ഉണ്ടാക്കരുത് പ്ലീസ്. അന്ത പൂജ ഒന്ന് നടന്നു. ആഹാ, സമ്മതിക്കത്തില്ലടി. ഇവിടെ പൂജയും വേണ്ട, ഒരു കുന്തം വേണ്ട. നീയൊന്നും ഈ പൂജ നടത്തുന്നത് ഐശ്വര്യത്തിന് വേണ്ടിയൊന്നുമല്ല.
ഞങ്ങൾ രണ്ടുപേരെ നശിപ്പിക്കാനാ. ഞങ്ങളത് സമ്മതിച്ചോടി. ഇവിടെ ഒരു സർപ്പക്കുളവും വേണ്ട, കുളവും വേണ്ട. വാരിയെടുത്ത് ദൂരെ കളഞ്ഞ്. അക്ക വേണ്ട, വേണ്ടക്ക പ്ലീസ്. അങ്ങോട്ട് അക്ക പ്ലീസ്. മോളെ നീ മഹാഭാവം ഒന്നും ചെയ്യല്ലേ. മാറി നിക്കി കളവി അങ്ങോട്ട്. അയ്യോ, ഈ മഹാഭാവി എന്നെ കൊന്നേ. എന്താ ഇവിടെ? എന്താ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല? ഇതാരാ? ഇത് നാഗേഷി. നാഗയക്ഷി നിങ്ങളെ കെട്ടിയോനാ. നാഗയക്ഷൻ. മിസ്റ്റർ. മിസ്റ്റർ അല്ലിത്. പിന്നാരാ? മിസ്സസോ? പെണ്ണെ പൂജാരിയാ. അക്ക വണങ്ങക്ക. അയ്യോ പെണ്ണെ തൊഴുവെണ്ണേ. തൊഴിക്കും ഞാൻ. ഈ പൂജ ഇവിടെ പറ്റത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞതാ. ഞങ്ങൾ ഇതിന് സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പങ്കെടുക്കണ്ട എന്ന് വെച്ച് ഇതിവിടെ നടത്താൻ പറ്റില്ല എന്ന് നിങ്ങൾ എങ്ങനെയാ തീരുമാനിക്കുക? ഞങ്ങൾ തീരുമാനിക്കും. തീരുമാനം നടപ്പിലാക്കുകയും ചെയ്യും. ഇങ്ങനോട് ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറയും വീട്ടിൽ നിന്ന്. ഇല്ലെങ്കിൽ പെടലേക്ക് പിടിച്ച് ഇറക്കി വിടുഞ്ഞ. അക്ക അപ്പടിയൊന്നും പേസക്കൂടാതെ. നീ നിന്റെ കാര്യം നോക്ക്. നീ എന്തിനാ ഇതിലിടപെടുന്നത്? നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞതാ. അക്ക ഇതും എന്നോട് വിഷയം. നിങ്ങൾക്ക് വേണ്ടിയാ ഞാനിതൊക്കെ പറയുന്നത്. നിങ്ങളുടെ നന്മ നോക്കി. ഞങ്ങളുടെ നന്മ നീ നോക്കണ്ട. തന്നിഷ്ടത്തിന് ജീവിക്കുന്നവരാ ഞങ്ങൾ. അത് ഞങ്ങൾക്കറിയാം. പക്ഷേ അനുഭവം വരുമ്പോ നീ പഠിച്ചോ. അക്ക വേണ. എന്റെ മുന്നിൽ വെച്ച് ഒരു തവണ അക്ക അമ്മാവെ തൊട്ടു. ഒരു വാട്ടി കൂടി അമ്മ മേലെ കൈവച്ച വച്ചാ നീ എന്ത് ചെയ്യോടി? അക്ക ഞാൻ ഒരു പൊരുൾ ഉനക്ക് പറഞ്ഞു തരാം. വാക്കിൽ നിന്ന് ശനി, ശനി വിനയായി, വിന പിന്നെ വിദ്വേഷമായി, വിദ്വേഷം വൈരാഗ്യമായി, വൈരാഗ്യം പിന്നെ വാശിയായി, വാശി പിന്നെ നാശമായി തീരും. സൃഷ്ടിയും സംഹാരവും നാവിന്റെ തുമ്പില. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. ഇവളുടെ വേദാന്ന് കേട്ട് നിൽക്കാൻ അയാളെ പിടിച്ച് മാറ്റുകല്ലേ. ഈ മൂദേവിക്ക് ഭ്രാന്ത് പിടിച്ചേ. ഇങ്ങോട്ട് ഞാൻ നിലവിളക്ക് ഇങ്ങോട്ട് എടുക്കും. ഇവരെ മണ്ട ഞാൻ അടിച്ചു കയറും. ഒന്ന് നിർത്തൂ, ദയവായിട്ടൊന്ന് നിർത്തൂ. സർപ്പക്കളത്തിന് മുമ്പിലെ ഈ ബഹളം എന്ത് പാപമാണെന്ന് അറിയാമോ? നിങ്ങളുടെ അജ്ഞത കൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നത്. നാഗദൈവങ്ങളുടെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. നാഗദൈവങ്ങൾ കനിഞ്ഞാൽ സർവ്വ ഐശ്വര്യം ഉണ്ടാവും. അവരെ പിണക്കിയാലോ നിന്ദിച്ചാലോ രോഗങ്ങളും ദുരിതങ്ങളും അകാല മൃത്യുവുമാകും ഫലം. പണ്ട് ഈ ലോകം മുഴുവൻ നാഗങ്ങളുടേതായിരുന്നു. ജനങ്ങൾക്ക് നാഗങ്ങൾ ശല്യമായപ്പോ പരശുരാമ മഹർഷിയ കാവുകൾ സ്ഥാപിച്ച് സർപ്പങ്ങളെ കുടിയിരുത്തിയത്. പരശുരാമൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? പരശുരാമന്റെ മഴു ഇറങ്ങി പോണം. പൂജയും വേണ്ട. ദൈവമേ എന്ത് പണിയായി കാണിച്ചത്? ഞാൻ നശിപ്പിക്കുന്നു. എന്റെ നാഗദൈവങ്ങളെ സർവനാശം വരാൻ പോവാ. തീർന്നില്ലേ നിങ്ങളുടെ സർപ്പബലിയല്ല? നീ അനുഭവിക്കുവാടി. നിന്നോട് ദൈവം ചോദിച്ചോളൂ. ചോദിക്കുമ്പോ ഞാൻ ഉത്തരവും പറഞ്ഞ് ഒന്നാം റാങ്ക് മേടിച്ചോളാം. കേട്ടോ? പിടിക്കടി. ശിക്ഷ കിട്ടും, അതുറപ്പാ. ഈ നിന്ദ നാഗത്തന്മാര് സഹിക്കത്തില്ല. ഇവിടെ നിൽക്കാൻ എനിക്ക് സത്യമായിട്ട് പേടിയാ. ഞാൻ പോവാ. എന്തായാലും എല്ലാരും ഒന്ന് സൂക്ഷിച്ചോ. നാഗദൈവങ്ങളെ വഴിയിൽ എന്നെ ഉപദ്രവിക്കല്ലേ. ഇപ്പൊ എങ്ങനെ ഉണ്ട് ഇന്ദുവെടുത്തി? ഇതാണ് മതികൽ. എന്തായിരുന്നു വാചകോടി? സർപ്പ ബലി നടത്തും, സർപ്പ പൂജ നടത്തും, കൊലവിളി നടത്തുമല്ലായിരുന്നോ? എന്നിട്ടിപ്പൊ എന്തുണ്ടായി? മതികലയുടെ ഈ 2 കാല് മതിയായിരുന്നു. ചവിട്ടി തൂത്ത് കളഞ്ഞില്ലേ ഞാൻ? സർപ്പബലിയും സർപ്പയജ്ഞവും ഒക്കെ. കല്ലേ എന്തേലും കുഴപ്പം വല്ലതും വരുമോ? എനിക്ക് പേടിയാ. ഇന്ദുവേടത്തിയുടെ പറച്ചില് കേൾക്കുമ്പോഴാ എന്ത് ദോഷം വരാനാ? ആ പൂജ ചെയ്യാൻ വന്ന ആള് പറഞ്ഞത് കേട്ടില്ലേ? സർപ്പശാപം കിട്ടിക്കഴിഞ്ഞാ നമുക്ക് മാത്രമല്ല നമ്മുടെ സന്തതി പരമ്പരകൾക്ക് വരെ അത് ഏൽക്കുമെന്ന. എന്ന് വെച്ച് ഇവിടെ ആരും പാമ്പിനെ കൊല്ലാതിരിക്കുമല്ലേ? ഒരു ശാപവും ഇല്ല, ഒരു തൊപ്പിയും ഇല്ല. എന്റെ ഇന്ദുവേടത്തി, ആ വന്ന ആളിനെ പോലുള്ളവരുടെ ജീവിക്കാനും വയറ്റിപ്പിഴപ്പിനും ഉള്ള ഒരു ഭയപ്പെടുത്തൽ. അപ്പൊ ഇന്ദുവേടത്തെ പോലുള്ള മണ്ടികൾ എന്ത് ചെയ്യും? ആ
എന്നാ പിന്നെ ഒരു സർപ്പബലി നടത്തിയേക്കാന്ന് വിചാരിച്ച് ഇല്ലാത്ത കാശും ഉണ്ടാക്കി അതിന്റെ പിറകെ പോവും. എന്നിട്ട് സംഭവിക്കുന്നതോ അയാൾ ആ കാശ് കൊണ്ട് മാന്യമായിട്ട് പുട്ടടിക്കും. എന്തായാലും ഈ വീട്ടിൽ അങ്ങനെ ഒരു കള്ളത്തരം നടത്താൻ ഞാൻ സമ്മതിച്ചില്ല. അക്കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞ പേടിയുണ്ട് കലെ. ഞാൻ ശ്രദ്ധിച്ചു. ആ സർപ്പക്കളത്തിൽ കാലുപോലും മുട്ടാതെയാ നിന്നത്. കൂടെ നിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനാണോ ബ്രൂട്ടസെ? ഞാൻ മനസ്സുകൊണ്ട് മതിയുടെ കൂടെ തന്നെയല്ലായിരുന്നോ? പിന്നെ ഇത്തിരി ഒതുങ്ങി നിന്നല്ലേ ഉള്ളൂ. ഉവ്വ്. ഇനി അങ്ങനെ സർപ്പദോഷവും വല്ലതും കിട്ടിക്കഴിഞ്ഞാ എനിക്ക് മാത്രം ഇരുന്നോട്ടല്ലേ? അയ്യോ അതല്ല. അങ്ങനെയൊന്നും രക്ഷപ്പെടുമെന്ന് കരുതണ്ട കേട്ടോ. സർപ്പശാപം അങ്ങനെ എങ്ങാനും ഒന്നുണ്ടെങ്കിൽ അത് സത്യമാണെങ്കിൽ അതിന്റെ 50-50 നമ്മൾ രണ്ടുപേർക്കും അവകാശമുള്ളതാ. അതായത് എന്നെ പാമ്പ് കൊത്തിയ ഇന്ദുവേടത്തിയും കൊത്തും. അയ്യോ ഒന്ന് ചുമ്മാതിരിക്കല്ലേ, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഓരോന്ന് പറയല്ലേ. എന്റെ ഇന്ദുവേടത്തി, വക്കീല് കുട്ടി, നമ്മൾ ഇവിടെ കളം ചവിട്ടി തൂത്ത ഉടനെ അത് കണ്ടോണ്ട് അവിടെ ഒളിഞ്ഞിരിക്കുമല്ലായിരുന്നോ പാമ്പ്? അല്ലെങ്കിൽ തന്നെ പാമ്പിന് ഇതിനകത്ത് എന്ത് ചേമ്പാ? നമ്മുടെ വീട്ടില് വേണ്ടാത്തൊരു കാര്യം നമ്മൾ ചവിട്ടി തൂത്തു കളഞ്ഞു. അല്ലാതെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്ന പാടെ മുണ്ടും മടക്കി കുത്തി ചീറ്റി നെഞ്ചും വിരിച്ച് പാമ്പ് അവിടെ നിൽക്കുമല്ലേ നമ്മളെ ചോദ്യം ചെയ്യാനായിട്ട്. ഒരു കണക്കിന് ചെയ്തത് നല്ലതായി. നമ്മൾ സമ്മതിക്കാതെ ഇവിടെ ഒരു കാര്യവും നടക്കില്ലെന്നവർക്ക് മനസ്സിലായി. ആ കണ്ടില്ലായിരുന്നോ ആ മയിൽ അവിടെ കിടന്ന് ചിറകടിക്കുന്നത്? ഓവ് അവൾ ഉപദേശിക്കാൻ വന്നേക്കുന്നു. അടുത്ത തവണ അവളെ കുടിയൊഴിപ്പിക്കുന്നതായിരിക്കും ഇവിടുത്തെ പരിപാടി. നോക്കിക്കോ. ഇത് കാണുമ്പോ എനിക്ക് വിറഞ്ഞു കേറുവോ. എന്നാ ഞാൻ അപ്പുറത്തേക്കൊന്ന് ചെല്ലട്ടെ. എന്താ സംസാരം എന്നൊന്ന് കേക്കട്ടെ. എന്താ അടുത്ത ഗൂഢാലോചന അറിയണ്ടേ? നേരെ നേരെ ചെല്ല് ചെല്ല്. എന്നാലും എന്തൊരു അഹങ്കാരമാ അവള് കാണിച്ചിട്ട് പോയത്. ആ പൂജാരി പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ശോ, ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നറിയില്ലെന്ന്. അനുഭവിക്കട്ടെ, അഹങ്കാരികൾ അനുഭവിക്കട്ടെ, അല്ലാതെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഞാൻ കരുതി നിങ്ങൾ വല്ല മർമ്മവിദ്യം കാണിച്ച് അവളെ നിർത്തുവന്നു. അമ്മ കവലപ്പെടാതിങ്കമ്മ, നമുക്ക് വേറൊരു ദിവസം നടത്താം. അങ്ങനെ വേറൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റിയ കാര്യമാണോ ഇത്? ദൈവത്തെ വിളിച്ചു വരുത്തിയിട്ട് മുഖത്താട്ടി വിട്ടതുപോലെ അല്ലയോ ഇത്? எனக்கு ரொம்ப பயமா இருக்குமா. ദൈവൻ എന്താ പെരിയ തപ്പ്. ആ എന്താണ് സംഭവിക്കുന്നെന്ന് അറിയാൻ പറ്റത്തില്ല. ആ എന്തൊക്കെ സംഭവിച്ചാലും നിനക്കെന്താ? എന്നായാലും ഇനി നിന്നെ കൊത്തത്തില്ല. ഒരിക്കൽ കൊത്തിയതല്ലേ. നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ ഞാൻ ഇതുപോലെ ഏതാണ്ട ചെയ്തിട്ടാണെന്ന്. അതെന്റെ കാലക്കേട്. അവളുടെ ഒക്കെ അഹങ്കാരം അനുഭവിക്കുമ്പോ പഠിക്കട്ടെ. பெரியப்பா அப்படி ஒன்னும் சொல்லக்கூடாது. அக்கா അറിയാതെ செஞ்சதல்லே. അറിയാതെ ചെയ്തത് ദൈവം പുറത്തുനിന്നിരിക്കും. അറിഞ്ഞോണ്ട് ചെയ്യുന്ന പാപത്തിന് തിരിച്ചടി കിട്ടാതിരിക്കില്ല. യോ, നിങ്ങൾ ഓർക്കുന്നില്ലേ മനുഷ്യ വേഴപ്രായിലെ രാഘവന്റെ കാര്യം? എന്റെ കൊച്ചേ, അയാളുടെ പഴയ വീട് പൊളിച്ചപ്പം അതിന്റെ അകത്ത് കുറെ പാമ്പിന്റെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അയാൾ എല്ലാത്തിനെയും കൂടി ഒരു പ്ലാസ്റ്റിക് കൂടിൽ കെട്ടി പുഴയിൽ ഒഴുക്കി. എന്നിട്ട് എന്തുണ്ടായി? ഒരു കൊല്ലം തികയുന്നതിനു മുമ്പ് രാഘവന്റെ 2 മക്കളും അതേ പുഴയിൽ മുങ്ങിച്ചത്ത്. അതാ സർപ്പശാപം. അമ്മ കേട്ടിട്ട് ഭയമാ இருக்குமா. നമുക്ക് ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ച് ക്ഷമ ചോദിക്കാം. യാർക്കും ഒന്നും വരുത്തല്ലേന്ന്. എന്നാലും കൊച്ചെ, എന്റെ മനസ്സങ്ങ് പിടയ്ക്കുന്നു. എന്തോ ഒരു അത്യാഹിതം വരാൻ പോണതുപോലെ. അയ്യോ എന്താ സുഭദ്ര? അയ്യോ അയ്യോ യാര്? എന്താ കലെ? എന്ത് പറ്റി? ഇന്ദുവേടത്തി, പാമ്പ് പാമ്പ് കടിച്ചു. അയ്യോ കലെ, കലെ. അയ്യോ എന്റെ ഈശ്വരന്മാരെ. എന്താ കാണത്തേ? കടവുളെ മുരുകാ. അക്ക ഒന്നുമില്ല, പേടിക്കണ്ട. മോളെ പെട്ടെന്ന് ആശുപത്രിയിൽ പോണം. കലെ, ഡ്രൈവറുടെ നമ്പർ ഇല്ലേ? ഡ്രൈവറെ ഒന്നും നോക്കിക്കാൻ നേരില്ല. പെട്ടെന്നൊരു വണ്ടി പിടിച്ച് പോകാം. சீக்கிரம் ஹாஸ்பிட்டல் போவா. வா.
മോളെ ഡ്രൈവറെ വിളിക്ക്. നമ്പർ 984 അക്ക വണ്ടിയോട് താക്കോലിടുക. താക്കോല് തെരിയുന്ന പോയി എടുത്തോണ്ട് വാ. സീക്രം. എന്നാലും എന്റെ കൊച്ചെ, നീ ചോദിച്ച് മേടിച്ചല്ലോടി. ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. എന്റെ ദൈവമേ, ഇനി മറ്റോക്ക് എന്താണോ വച്ചിരിക്കുന്നത്. കലേ കലേ താക്കോല് സീക്രം കൊടുങ്ക. കലേ മോളെ നീ പെരിയപ്പ കേറ് വേഗം വേഗം. വേഗം കേറ്. പിടിച്ചു. കേറ്. മുരുക അങ്ങോട്ട് കയറ്റിയിരുത്ത. പിടിച്ചോ പിടിച്ചോ. കേറ്. കണ്ടല്ലോ അനുഭവം. സർപ്പമെന്ന് പറഞ്ഞാലേ സത്യമാ സത്യം. എന്റെ മണ്ണാർശാലയമ്മേ, പരുത്തിക്കാവിലമ്മേ, കാത്തോളണേ. പെരിയപ്പ മെല്ലെ മെല്ലെ. സിസ്റ്റർ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. എന്തു പറ്റി? രമേശ്, ആ ചേരും എടുത്തോണ്ട് വാ. വിഷം തേണ്ടിയതാ. പതുക്കെ പതുക്കെ. കൊണ്ടുവാ പതിയെ. അക്ക എന്താ എന്തു പറ്റി? പാമ്പ് കടിച്ചതാ. ഏത് പാമ്പാ കടിച്ചെന്നറിയോ? അത് കണ്ടില്ല സർ. പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ് അക്ക കരഞ്ഞോണ്ട് വരികയായിരുന്നു. ഫസ്റ്റ് എയ്ഡ് എന്തെങ്കിലും ചെയ്തോ? ആ ഉവ്. മുറിവ് വാഷ് ചെയ്തു, ചോര ഒഴുക്കി വിട്ടിട്ടുണ്ട്. മുറിവിന് മുകളിൽ കെട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. വേഗം കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി. പൊയ്ക്കോ. സിസ്റ്റർ അറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ശരി ഡോക്ടർ. ആ സിസ്റ്ററെ, ഡോക്ടർ കുര്യനെ വിളിക്കണം. ലൈനിൽ കാണണമെന്ന് പറയണം. ചിലപ്പോൾ ഇങ്ങോട്ട് വരേണ്ടി വരും. ശരി ഡോക്ടർ. ഡോക്ടർ, അക്ക അവർക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും? ഞാൻ നോക്കിയില്ലല്ലോ. ഞാൻ നോക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കും. പെരിയപ്പ മുരുക മോളെ, എന്നാ പെരിയപ്പ? മതികല കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കുമോ മോളെ? കാര്യ ദുഷ്ടത്തരം മാത്രമുള്ള മനസ്സാ. എന്നാലും ജീവൻ ആപത്തൊന്നും സംഭവിക്കാതിരുന്നാ മതി. ഒന്നും ആകാതെ പെരിയപ്പ, ഒന്നും ആകാതെ. എന്റെ പഴനി മുരുക കാത്തോളെ. പണ്ട് സുഭദ്രയ്ക്ക് വേണ്ടിയും ഞാൻ ഇതുപോലെ ഉരുകി നിന്നായിരുന്നു മോളെ. അന്ന് സുഭദ്രയെ ആശുപത്രിയിൽ കൊണ്ടുപോവാൻ വണ്ടി തരാതിരുന്നവരാ ഈ പെണ്ണും രവി. ഇപ്പൊ സംഭവിച്ചത് കണ്ടില്ലേ? അതാ പറയുന്നത്, പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ, ഇപ്പൊ കൂടെ കൂടെ. അതൊന്നും ഇപ്പൊ ചിന്തിക്കേണ്ട പെരിയപ്പ. എന്നാലും സർപ്പബലിക്കിട്ട കളം അവൾ ചവിട്ടി തൂത്തല്ലോ മോളെ. ഇതുകൊണ്ടെങ്കിലും പഠിച്ചാ മതിയായിരുന്നു. എല്ലാം ശരിയാവും പെരിയപ്പ, എല്ലാം ശരിയാവും. കവലപ്പെട വേണ്ട. പഴനിയാണ്ടവാ, ഇതാ തോണ്. എന്റെ കൊച്ചെവിടെ? എന്റെ കലമോൾ എവിടെ? നീ ബഹളം വെക്കാതെ ആശുപത്രിയിലെത്തിയില്ലേ? സത്യത്തിൽ പാമ്പ് കടിച്ചതാണോ എന്റെ കൊച്ചിനെ? ആർക്കറിയാം? ഇവരും തിരക്കാനും മതികളെ കാണാനൊക്കെ നമ്മൾ ഇങ്ങോട്ട് വന്നത്. നീ വാ. സിസ്റ്റർ, കുറച്ചു മുമ്പ് ഒരു മതികളെ ഇവിടെ കൊണ്ടുവന്നില്ലേ? പാമ്പ് കടിയേറ്റ കേസാ. കാഷ്വാലിറ്റിയിലുണ്ട്. ആളിന് എങ്ങനെയുണ്ടെന്ന് അറിയാമോ? അത് ഡോക്ടറോട് ചോദിക്കണം. അതെന്താടി, നേഴ്സിന് അറിഞ്ഞൂടെ? നിങ്ങൾ എന്താ ചോദിച്ചത്? സോറി സിസ്റ്റർ, നിന്റെ മോൾ അകത്ത് ഏത് അവസ്ഥയിലാണെന്ന് അറിയത്തില്ല. അപ്പോഴെങ്കിലും അഹങ്കാരം ഒന്ന് കുറക്കടി. വാ.
കാഷ്വാലിറ്റി അവിടെ നിന്ന് വലത്തോട്ട് പോയാൽ മതി സാർ. വാ നടക്ക്. വടി കുത്തി നടക്കാൻ ഇത്തിരി പാടാ. തളർന്ന ശരീരമായത്. നാവിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നടക്ക്. ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഇന്ദുവാ വിളിച്ച് വിവരം പറഞ്ഞത്. എന്റെ മോളെ കൊണ്ടുവന്നല്ലേ? മതികലയുടെ ആൾക്കാർ ഞങ്ങളാണ് ഡോക്ടർ. ഞാൻ അച്ഛനാ. മോക്ക് എങ്ങനെയുണ്ട്? പേടിക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റാം. കണ്ടില്ലേ, എന്റെ കൊച്ചിന് ഒരു ചുക്ക് സംഭവിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അഹങ്കരിക്കാതെടി. നിന്റെ മോള് വണ്ടി കൊടുക്കാതിരുന്നപ്പോ ഈ നിൽക്കുന്ന മനുഷ്യന്റെ ഭാര്യയെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് ഞാനാ. അന്ന് ഞാൻ കാണിച്ച ചെറിയൊരു നന്മയ്ക്ക് ദൈവം തന്ന വലിയൊരു പ്രതിഫലമായത്. ഒന്നും കവലപ്പെട വേണ്ട അപ്പ. അപ്പയോ? വല്ലയിടത്തുനിന്നും വന്ന പാണ്ടിച്ചി. നീ ഏത് വകുപ്പിലാണ് ഇങ്ങനെ അപ്പാന്ന് വിളിക്കുന്നത്? അതമ്മ റെസ്പെക്ട് ഉണ്ട്. അമ്മയോ? ആരുടെ അമ്മ? കോൾ മീ മാഡം. ഇങ്ങനെ സാറെന്നും. മോൾ എന്നെ അപ്പ എന്ന് തന്നെ വിളിച്ചാ മതി. അവനെ ഇവളിങ്ങനെ പറഞ്ഞത് കേട്ട് മോള് വിഷമിക്കൊന്നും വേണ്ട. ലോകത്തേത് വിഷപ്പാമ്പിനുള്ളതിനേക്കാൾ കൂടുതൽ ഇവളുടെ ഉള്ളിലുണ്ട് വിഷം. വേറെ ഏത് പെറ്റ തള്ളയാണെങ്കിലും ഈ അവസ്ഥയിൽ സ്വന്തം മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേനെ. പാമ്പ് കൊത്തി എന്നൊക്കെ പറയുന്നത് സത്യമാണോ എന്തോ? അതോ എന്റെ കൊച്ചിന്റെ ഭക്ഷണത്തിൽ വല്ല വിഷവും കലക്കി കൊടുത്തതാണോ എന്തോ? ഊന്നുകൂടി എടുത്ത് നിന്റെ തലമണ്ട അടിച്ച് കീറുക വേണ്ടത്. ഓ, നിന്റെ മോളല്ലേ? മനസ്സിലുള്ള വിഷം മുഴുവൻ രക്തത്തിലൂടെ പടർന്നിറങ്ങിയതായിരിക്കും. സാർ, വഴക്ക് വേണ്ട സാർ. അല്ല, മാഡം ടെൻഷൻ കൊണ്ട് പറഞ്ഞു പോയതായിരിക്കും. വിട്ടേക്ക്. നീ ആരാടി വക്കാലത്ത് പറയാൻ? ആരാണ്? കാഷ്വാലിറ്റിയുടെ മുമ്പിൽ കിടന്നാണ് ഈ ബഹളം. ഒരു സാമാന്യ മര്യാദയൊക്കെ വേണ്ടേ? സോറി സിസ്റ്റർ, ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല. എന്തിനാ ഇവളോടൊക്കെ സോറി പറയുന്നത്? നമ്മൾ കാശ് കൊടുക്കുന്ന ആശുപത്രിയല്ലേ? നമ്മൾ ആശുപത്രി കാശ് കൊടുക്കുന്നതേ ചികിത്സക്കും മരുന്നിനുമാ, അല്ലാതെ നിനക്ക് ബഹളം വെക്കാനല്ല. സാർ, ഞങ്ങൾ അങ്ങോട്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഓ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന എന്തിനാ? അകത്ത് കിടക്കുന്നത് എന്റെ മോളല്ലേ? പിന്നെ ഇവിടെ നിന്ന് സന്തോഷിക്കാം. നന്ദി കെട്ട വർത്തമാനം പറയാതെ ജലജെ. നിന്റെ മോളുടെ ജീവൻ രക്ഷിച്ചവരാ ഇവര്. നമുക്ക് പോകാം. ഒന്ന് നിന്നേ. വണ്ടിക്കൂലി ഒന്നും കാണത്തില്ല. വല്ല ചില്ലറയും കൊടുത്ത് വിടും മനുഷ്യ. அம்மா அல்லல மேடம், ஃபுட்பாத்ல ஏடிஎம் இருக்கு. அந்த டெல்லர் மெஷின்ல நிறைய காசு இருக்கு. ஏன் கிட்டக்க கார்டு இருக்கு. பின்ன எதுக்கு கவலைப்படணும்? வரட்டுமா மேடம்? മനുഷ്യ, എന്താ കുട്ടു? അതെ, എനിക്ക് ഒരു സംശയമുണ്ടേ. കുട്ടിമണി വിളിക്കുമ്പോഴേ എനിക്കറിയാം സംശയത്തിനാണെന്ന്. അതെ, ഞാനേ ഇന്നാള് ചോദിച്ചില്ലായിരുന്നോ മനുഷ്യ? എന്ത്? ഓ, ഈ ചെടികളെയൊക്കെ കുഴിച്ചു വെച്ച് വളർത്തുന്ന പോലെ മനുഷ്യനെ എന്താ കുഴിച്ചു വെച്ച് വളർത്താത്തേന്ന്? ഞാൻ അന്നേ പറഞ്ഞായിരുന്നല്ലോ, മനുഷ്യനും മൃഗങ്ങളും മരങ്ങളും ഒക്കെ ഓരോ രീതിയിലാണെന്ന്. ആ, അത് പറഞ്ഞു. പക്ഷേങ്കിലേ വേറൊരു സംശയം. എന്റെ പൊന്നു കുട്ടിമണി ചോദിക്ക്, എന്താ? നമ്മൾ ഈ മരത്തിന്റെയും ചെടിയുടെയും ചോറ്റൽ എന്തിനാ വെള്ളം ഒഴിച്ചെന്ന മനുഷ്യ? നമ്മൾ വെള്ളം കുടിച്ചു അല്ലേ? വെള്ളം വേണോന്നുണ്ടെങ്കിൽ അതിന്റെ വായിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താ പോരെ? മരത്തിനും ചെടിക്കൊക്കെ എവിടെയാ കുട്ടിമണി വായ? മരത്തിനും ചെടിക്കൊക്കെ വായ ഉണ്ടായിരുന്നെങ്കിലേ അത് നിന്നെ ഇപ്പൊ വന്ന് വല്ലതും വിളിച്ച് പറഞ്ഞേനെ. ഒരു കാര്യം ചോദിക്കുമ്പോ അതങ്ങോട്ട് പറഞ്ഞാ മതി. കൂടുതൽ സമ്മാനിച്ചേട്ടോ. ഓ, സമ്മാനിക്കുന്നില്ലേ? എടി, ചെടികൾക്ക് വേരുകളുണ്ട്. അതൊക്കെ എനിക്കറിയാം. ഞാനേ ഒരു ചെടി കുഴിച്ചു വെച്ചിട്ടേ എന്നും വേര് വന്നോ നോക്കുമായിരുന്നു. നീ അങ്ങനെ ചെയ്യും. ഈ വേരുകളെന്ന് പറയുന്നത് ചെടിയുടെ കാലുകളാണ്. ആ കാലുകൾ മണ്ണിൽ ഉറപ്പിച്ചു വെച്ചാണ് ചെടികൾ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്നാ വേരില്ലാത്ത മനുഷ്യ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ്ടേ? മരങ്ങളും ചെടികളും ഒക്കെ അങ്ങനെ ഒരിടത്ത് തന്നെ നിൽക്കുമല്ലേ? അത് പറഞ്ഞു. ഇന്നാള് ഞാൻ കണ്ടായിരുന്നല്ലോ മരങ്ങളെല്ലാം കൂടി വണ്ടി കയറി പോകുന്നേ. മരം വണ്ടി കയറി പോകുന്നോ? ഇന്നാളെ നമ്മളിങ്ങനെ പട്ടണത്തിൽ പോയില്ലേ, അപ്പേ ഞാൻ കണ്ടല്ലോ ഒരു ലോറി കുഞ്ഞിന്റെ അകത്ത് കൊറേ മരങ്ങൾ കയറി പോകുന്നേ. അതോ, അത് പെട്ടി ഓട്ടയ്ക്കകത്ത് ചെടിച്ചട്ടികൾ വെച്ച് ചെടികൾ കൊണ്ടുപോകുന്നതാ. അല്ലാതെ ചെടികൾ വണ്ടി കയറി യാത്ര ചെയ്തൊന്നുമില്ല. ആണോ? ഞാൻ വിചാരിച്ചേ
ചെടികളെല്ലാം കൂടെ വണ്ടി കയറി പോവാൻ. ആ, നീ അങ്ങനെയൊക്കെ കരുതൂ. അതുകൊണ്ടാണല്ലോ നിനക്ക് കുട്ടിമണി എന്ന് പേര് വന്നത്. കേക്ക് വേണ്ട. പറയുന്നത് കേക്ക്. പറഞ്ഞോ. അതായത് മനസ്സിജൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, വെള്ളവും വളവും ഭക്ഷണത്തിന് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെടി വേരിലൂടെ വലിച്ചെടുക്കും. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നിന്നെ ഓരോരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുവല്ലേ. ഈ ചെടികൾക്കുള്ള ഭക്ഷണം എവിടുന്നാ കിട്ടുന്നതെന്ന് അറിയാമോ? എവിടുന്നാ മനുഷ്യ ഭക്ഷണം? നമുക്ക് എവിടുന്നാ ഭക്ഷണം കിട്ടുന്നേ? എനിക്ക് ഭക്ഷണം മനുഷ്യൻ തരുമല്ലോ. നമ്മൾ കടന്ന് വാങ്ങിച്ചോ അല്ലെ നമ്മുടെ അടുക്കള ഉണ്ടാക്കി കഴിക്കും. അതുപോലെ ഈ ചെടികൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് ചെടിയുടെ ഈ ഇലകളിലാണ്. ചെടിയുടെ ഇലയിലോ ഭക്ഷണം ഉണ്ടാക്കണല്ലോ? ആരാ ഭക്ഷണം ഉണ്ടാക്കുന്നേ? ഇത് വന്നിരിക്കുന്ന വണ്ടാണ് ഉണ്ടാക്കുന്നേ? അതോ ചിത്രശലഭോ? എന്റെ ദൈവമേ, വണ്ടും ചിത്രശലഭോ ഒന്നും ചെടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അതിന്റെ ഇലകളിലുള്ള ഈ പച്ചനിറം ഉപയോഗിച്ച് സ്വയം ഭക്ഷണം ഉണ്ടാക്കും, സൂര്യപ്രകാശം വലിച്ചെടുത്ത്. ചെടിയുടെ ഇല, പച്ചനിറം, സൂര്യപ്രകാശം. ഓ കുന്തം, എനിക്കിതൊന്നും കേക്കണ്ടായേ. ഇതാ ഞാൻ പഠിച്ചാൻ പോവാതിരുന്നത്. പഠിച്ചാൻ പോയ ഭയങ്കര പാടാ മനുഷ്യ. ഓ, നമ്മൾ എന്തിനാ വെറുതെ ഇതൊക്കെ അറിയുന്നേ? വല്ല ആവശ്യമുണ്ടോ? കറക്റ്റ്. നമ്മൾ ഇതൊന്നും അറിയേണ്ട കാര്യമേ ഇല്ല. നമുക്ക് ഭക്ഷണം കിട്ടുമെന്ന് മാത്രം തിരക്കിയാ മതി, അല്ലേ? അല്ലാതെ ലോകത്ത് നടക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ അറിയണ്ട. അല്ലാതെ ഇതൊക്കെ കൂടി പഠിച്ചിട്ട് എന്നാറ്റിനാ? മനുഷ്യനൊരു കാര്യം ചെയ്യും, ഇതെല്ലാം കൂടി നമ്മുടെ കുഞ്ഞുമണി അങ്ങ് പഠിപ്പിച്ചാ മതി. അവക്കല്ലേ ഒന്നും അറിഞ്ഞൂടാത്തത്. എനിക്കിതൊക്കെ അറിയാം. അപ്പൊ ഇതൊക്കെ നിനക്ക് നേരത്തെ അറിയായിരുന്നു അല്ലേ? പിന്നെ അല്ലാതെ എനിക്കറിയായിരുന്നു. ഞാനേ ഒന്നും അങ്ങ് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഞാനേ മനുഷ്യന്റെ കൂട്ട് എനിക്കെല്ലാം അറിയാവേ എന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് നടക്കുന്ന വിത്രിയേട്ട സ്വഭാവം ഒന്നും എനിച്ചില്ല. ഞാന് നല്ല മിടിച്ചാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനങ്ങ് മിടിക്കായിട്ട് മിണ്ടാനങ്ങ് ഇരിച്ചു. വിത്തല തവലാച്ചി ചുക്ക് വലിക്കണ ചൂരാപ്പ് എന്താ ഭാര്യയും ഭർത്താവും കൂടി പരിപാടി? ചെടി നനയ്ക്കലാണോ അതോ തോട്ടുണ്ടാക്കലാണോ? 1-2 ചെടികൾ ഞാൻ നട്ടുവച്ചതാ. എനിക്ക് തോന്നുന്നത് ഇവള് രാവിലെ വന്ന് അതിന് വേര് വന്നോന്ന് വലിച്ചു നോക്കുന്നുണ്ടോന്നാ. ഇപ്പൊ ഇവളുടെ വായിന്ന് തന്നെ അത് അബദ്ധത്തിന് വീഴുകയും ചെയ്തു. മനുഷ്യ എന്നെ ചുമ്മാ കുറ്റം പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞേക്കാം, ഞാനേ പണ്ട് ചെയ്ത കാര്യമായി പറയുന്നത്, അല്ലാതെ ഇപ്പൊ ചെയ്ത കാര്യമൊന്നുമല്ല. ഒരു മനുഷ്യൻ കേട്ടോ പറ്റല്ലേ? ഞങ്ങളെ ഇവിടെ ഭയങ്കര ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ പോവാ. ദേ മുറ്റത്തെ വല്ലവന്റെ മുറ്റത്തൊരു പൂന്തോട്ടം ഉണ്ടാക്കി അതിനകത്തൊരു ഊഞ്ഞാലും കെട്ടി ആടാൻ പോവല്ലേ. എടി, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് ഓർത്തിരിക്കുമ്പോഴാ അന്നേരമാ. അയ്യോ, അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിട്ട് നമ്മൾ എങ്ങോട്ട് പോകും മനുഷ്യ? നമ്മള് റോഡിൽ പോയി കിടക്കാൻ പോവാണോ? മിക്കവാറും അതൊക്കെ തന്നെ വേണ്ടി വരും. ഇവിടെ താമസിച്ചുകൊണ്ട് ഇനി അതിന്റെ പേരിൽ മതികലയുമായി ഒരു വഴക്ക്, അവളുടെ വക രഹസ്യ നിരീക്ഷണം, അതിന്റെ പേരിൽ അവളുടെ അപ്പനോടുള്ള വൈരാഗ്യം ഇരട്ടിയാക്കാൻ. എന്തിനാ വെറുതെ ഇതൊക്കെ? ബായ്, നമുക്കൊരു വീട് കണ്ടുപിടിക്കണം. ഞാൻ ഈ പോണ വഴിക്കൊക്കെ നോക്കിയിരുന്നു. എന്തിനാ? പിച്ചളയ്ക്ക് വൈകിട്ട് കയറാനാണോ? അതിനല്ല ബായ്, നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു വീട് ഉണ്ടോന്ന്. അപ്പൊ വീട് നല്ല ലൊക്കേഷൻ ആയിരിക്കണം, ചുറ്റുള്ള അയൽക്കാർ നല്ലവരായിരിക്കണം, അടച്ചുറപ്പുള്ള വീടായിരിക്കണം, കള്ളം കയറാതെ. ആ പറഞ്ഞത് മാത്രം നടക്കത്തില്ല, കാരണം പിക്ചർ എന്റെ കൂടെ കാണുമല്ലോ. എന്ന് ബായി, ഞാൻ ഈ ചെയ്യുന്നത് മോഷണാന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ബായി. പിന്നെ അതൊന്നും പറഞ്ഞാ കുട്ടിമണിക്ക് മനസ്സിലാവത്തില്ല. പിച്ചള ചെയ്യുന്ന ഓരോ മോഷണത്തിന് പിന്നിലും ഓരോ സത്യമുണ്ട് കുട്ടു. മോഷണം, സത്യം? പിന്നെ തല പിരിക്കുന്നു. നിങ്ങളെ ഇവിടെ നിന്ന് സമാരിച്ചുമ്പോ എനിക്ക് മനസ്സിലാവുന്ന കാര്യം മാത്രം അങ്ങോട്ട് സമാരിച്ചാ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് മാറി നിന്ന് സമാരിച്ചോണം. അല്ല ബായ്, മതികലയുടെ പേര് പറഞ്ഞപ്പോഴാ ഓർത്തത്. അറിഞ്ഞായിരുന്നോ? അവിടുത്തെ സർപ്പബലി മതികല കൊളാക്കി, പാമ്പ് കടിക്കുകയും ചെയ്തു. പാമ്പ് കടിച്ചോ? അയ്യോ, കൊച്ചു പാമ്പ് കൊത്തിന്നോ? എന്നിട്ട് ചത്തോ? കുഴിച്ചിട്ടോ? ചാവും കുഴിച്ചിടും ഒക്കെ ചെയ്തേനെ. തലനാരി ഇറക്കി രക്ഷപ്പെട്ടു എന്നാ കേട്ടത്. ഭായിയോട് ഇതൊക്കെ ആരാ പറഞ്ഞ? ഞാൻ ടൗണിൽ വെച്ച് ആ കൊച്ചിനെ കണ്ടായിരുന്നു. ആ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു പെൺകൊച്ചുണ്ടായിരുന്നല്ലോ, മൈലമ്മ. അതിനെ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഓരോന്ന് പറഞ്ഞു വന്ന കൂട്ടത്തില് അത് പറഞ്ഞതാ വിശേഷം. പിച്ചളയ്ക്ക് എന്താണ് ഒരു തമിഴ്നാട് പ്രേമം? അവിചാരിതമായി മൈലമ്മയെ കണ്ടു, കുറെ സംസാരിച്ചു. എന്റെ പൊന്നുബായ്,
ചൂടുവെള്ളത്തിൽ വീണ് 90% പൊള്ളലേറ്റ് തലനാരിഴക്കി രക്ഷപ്പെട്ട ഒരു പൂച്ചയാ ഞാൻ. ഇനി ആരോടും അധികം സംസാരത്തിനില്ല, ഒന്നിനുമില്ല. നമ്മളിങ്ങനെ ഒരു സൈഡിലൂടെ ജീവിച്ചു പോയിക്കോളാമേ. ഇതാ, ഇത് കുട്ടിമണിക്ക്, ഇത് കുഞ്ഞിമണിക്ക്. നല്ല പിത്തലാട്ടാ. ആ ബായ്, എല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാളിരിപ്പുണ്ടെന്ന് നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്നൊരു വാചകമാണ്. അത് വളരെ സത്യമാണ്. മതികല ചെയ്യുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ വിലയിരുത്തി മാർക്കിട്ട് പ്രതിഫലം എന്തു കൊടുക്കണമെന്ന് കൂട്ടിയും കിഴിച്ചും ഒരാൾ മുകളിലിരിപ്പുണ്ട്. ഉടയ തമ്പുരാൻ. അതിന്റെ തുടക്കമായത്. സർപ്പത്തിന്റെ രൂപത്തിൽ വന്ന് കുത്തിയിട്ട് പോയത്. അതുകൊണ്ടെങ്കിലും പഠിച്ചാ മതിയായിരുന്നു. മതികലയുടെ അത്രയും വിഷമുള്ള ഒരാളുണ്ടോ ബായി? അത് ശരിയാ. കൊത്തിയ പാമ്പ് ചിലപ്പോ അപ്പ ചത്ത് കാണും. മനുഷ്യ, അപ്പച്ചമ്മ കൊറ്റിയോലാണോ കൊച്ചേച്ചിയും കൊറ്റിയത്? കൊച്ചേച്ചിക്ക് എന്തെങ്കിലും കുഴപ്പം വരുമോ മനുഷ്യ? എനിക്കറിയത്തില്ല കുട്ടിമണി, പാമ്പ് കടിച്ചതല്ലേ, അപ്പൊ പറയാൻ പറ്റത്തില്ല. സംഗതി ഇത്തിരി കുഴപ്പമായിരുന്നു എന്നാ കേട്ടത്. ആ കുട്ടു, ഇതെങ്ങോട്ടാ? കുഞ്ഞിമണിയായി ചോക്ലേറ്റ് തിന്നാൻ പോയതായിരിക്കും. കുട്ടു, നിക്ക് ബായ്, കുട്ടിമണി എന്താ ചെയ്യുന്നതെന്ന് നോക്കട്ടെ. കുട്ടിമണിയുടെ മാറ്റങ്ങളാ ബായി ഇത്. എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. കുട്ടിമണി എന്തോ മനസ്സ് കണ്ടിട്ടുണ്ട്. ദൈവമേ, ദൈവങ്ങളെ, ഭഗവാനെ, ഭഗവതിയെ, കുട്ടിമണിയെ, കുട്ടിമണി ഭയങ്കര അത്യാവശ്യമുള്ളൊരു കാര്യം പറയാനായിട്ടാണേ വന്നേ. അത്യാവശ്യമായിട്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാനാണേ വന്നേ. അത് പിന്നെ ഉണ്ടല്ലോ, പാമ്പ് ദൈവങ്ങളോടും കൂടാണേ, ബാക്കി എല്ലാരോടും കൂടെയാണ്. എന്നെ കൊച്ചേച്ചി ഉണ്ടല്ലോ, കൊച്ചേച്ചിയെ പാമ്പ് കടിച്ചു. ആശുപത്രിയിലാന്ന്. കൊച്ചേച്ചിക്ക് ഒരു കുഴപ്പമുണ്ടാവാതെ നോക്കിച്ചോനെ, കാത്ത് രക്ഷിച്ചോനെ. ആമിയേ, ഭഗവാനെ, ഭഗവതിയെ, അയ്യോ അയ്യപ്പോ, പാമ്പദൈവങ്ങളെ ശരണയ്യപ്പ. ഭക്ഷണം ഉണ്ടാക്കാൻ പോലെ മനുഷ്യ. വീഴും. പിത്തല പോയ മനുഷ്യ? ആ പോയി. ഇനി പിത്തല എപ്പോ വരും മനുഷ്യ? വൈകിട്ട് വരുമായിരിക്കും. പിത്തല ചോറിനാ വരുമോ മനുഷ്യ? ആ വരുമായിരിക്കും. പിത്തലച്ചേ ഒരു തവി ചോറ് കൊടുത്തേക്ക് കേട്ടോ മനുഷ്യ. പിച്ചലയോട് വലിയ ഇഷ്ടമാണല്ലോ കുട്ടിമണിക്കിപ്പോ. ഇട്ടല്ല, ഇട്ടം. എന്ത് ഇട്ടം? അങ്ങനെ പൂടായിട്ട് പറയാം മനുഷ്യ. ഈ മനുഷ്യനെ സമ്മാനിച്ചാലും അറിയത്തില്ല. ഓ, ഞാൻ പൂടായിട്ട് സമ്മാനിച്ചോളാമേ. അല്ല മനുഷ്യ, എനിക്ക് ഒരു സംശയം. പറയ്. ഈ വെണ്ടച്ചായച്ചും ഈ മുരിങ്ങച്ചായച്ചും ജീവനില്ലേ? ഉണ്ട് കുട്ടിമണി. ലോകത്തുള്ള എല്ലാ സസ്യ ജന്തുജാലങ്ങൾക്കും ജീവനുണ്ട്. എന്തു കുന്തജാലവാ? അയ്യോ ഒന്നുമില്ലേ, വെണ്ടച്ചാച്ചും മുരിങ്ങച്ചാച്ചും ജീവനുണ്ടെന്ന് പറഞ്ഞുവായിരുന്നു. അപ്പൊ നമ്മൾ ഈ സാമ്പാറൊക്കെ വെക്കുമ്പോ എല്ലാരും കിടന്ന് കറിയായിരിച്ചല്ലേ മനുഷ്യ? ഉണ്ട് കുട്ടിമണി. അതാണല്ലേ നല്ല ശബ്ദം വരുന്നേ. അത് വെണ്ടയ്ക്ക കരയുന്ന ശബ്ദമല്ല കുട്ടിമണി, പ്രഷർ കുക്കർ ചീറ്റുന്നതാ. ചീറ്റ കുക്കർ എന്നാ മൂക്രമാണോ? മനുഷ്യ, ഞാനൊരു തമാശ പറഞ്ഞത്, ചിരിച്ചാച്ചെന്താ? അയ്യോ, തമാശയായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ചിരിക്കാമേ. കുഞ്ഞോനെ ഞെട്ടിപ്പോയി. ആണോ? ഞെട്ടിപ്പോയി. അനങ്ങി. കണ്ടു, തൊട്ടോക്ക്.
അനങ്ങി കുഞ്ഞുമണി അച്ഛയുടെ പൊന്നുമോളെ. അമ്മയ്ക്ക് പറയടാ. ആരുടെ അമ്മയ്ക്ക് പറയാൻ? ആരുടെ അമ്മയ്ക്ക് പറയാനല്ല, അമ്മേടെയും പൊന്നു മോളാണ് പറയാൻ. അങ്ങനെ അമ്മയുടെയും അച്ഛയുടെയും പൊന്നുമോളെ കുഞ്ഞുമണിയെ. എന്തോ കുഞ്ഞുമണിയാണ് വിളി ഏറ്റത്, അല്ല ഞാനല്ല. ആണോ? എന്നിട്ട് കുട്ടിമണിയുടെ ശബ്ദം പോലെ ഇരുന്നല്ലോ. എന്റെ കുഞ്ഞിന് എന്റെ അല്ലാതെ പിന്നെ നാട്ടുകാരുടെ ശബ്ദം വരുമോ? ഈയിടെയായിട്ട് കുഞ്ഞുവായിൽ വലിയ വർത്തമാനത്തിൽ കൂടുതലാണല്ലോ. നിന്റെ നാക്കിന്റെ നീളം. അല്ല മനുഷ്യ, എനിക്കൊരു തോന്നല്. എന്നതാ? അതെ, എന്റെ നാക്ക് വായ്ക്കുള്ളി കിടന്നങ്ങ് വളരുന്നുണ്ടോന്ന്. നിന്റെ നാക്ക് വായി കിടന്ന് വിളയുന്നുണ്ട്, അതെനിക്കറിയാം. അല്ല മനുഷ്യ, വളരുന്നുണ്ടെന്നേ. അതാ നാക്കിന്റെ നീളം കൂടി കൂടി വരുന്നേ. ഇതാ കണ്ടോ? നിന്റെ ഒരു മൂക്കും നാക്കും. അതെ, എന്റെ അതേ കണ്ണും മൂക്കും ചുണ്ടും മുടിയും ഒക്കെ എന്റെ കുഞ്ഞു കാണിച്ച്. അത് ശരി. അപ്പൊ എന്റേതായിട്ടൊന്നുമില്ല. മനുഷ്യനെ പോലെ കുഞ്ഞുമണി നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. കൊള്ളാലോ. അപ്പൊ ഞാനും എന്റെ കുഞ്ഞുമണിയും കൂടി അടുക്കളയിൽ കിടന്ന് കരിയും പുകയും കൊണ്ട് കഷ്ടപ്പെടണം. അമ്മ മഹാറാണി കാലും നീട്ടി വെച്ച് തിണ്ണേ പോയി ഇരിക്കണം. കഷ്ടപ്പെടാൻ ഇഷ്ടമല്ലാത്തോണ്ടല്ല മനുഷ്യ, ഞാൻ പറഞ്ഞിട്ടില്ലേ ജോലി ചെയ്താ എനിക്ക് ക്ഷീണം വരുന്ന അസുഖത്തെ കുറിച്ച്. അല്ല കുട്ടിമണി, കുട്ടിമണി എന്തിനാ കൊച്ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്?